നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചൈനയേക്കാൾ തനിക്ക് വിശ്വാസം ഇന്ത്യയാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത്. $1 ബില്യൺ ടീസ്റ്റ നദി വികസന പദ്ധതി നടപ്പിലാക്കാൻ ചൈനയേക്കാൾ യോഗ്യത ഇന്ത്യക്കാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചൈനയെ ഞെട്ടിച്ചത്. ചൈന വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ബെയ്ജിംഗ് യാത്ര നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ടിസ്റ്റ നദി വികസന പദ്ധതി നടപ്പിലാക്കാൻ ചൈന തയ്യാറാണ്, പക്ഷേ അത് ഇന്ത്യ തന്നെ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ചൈനീസ് ഭരണകൂടം ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയും സാധ്യതാ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മറ്റൊരു ഓഫറുമായി സമീപിച്ചു. അവർ ഉടൻ പഠനം നടത്തുമെന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി. എന്നാൽ ചൈനയെയും ഇന്ത്യയും നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കണം. ഈ പ്രോജക്റ്റ് ഇന്ത്യ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ആവശ്യമായുള്ള ഇന്ത്യ നൽകുമെന്ന് ഉറപ്പാണ് എന്നും ഷെയ്ഖ് ഹസീന കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന 414 കിലോമീറ്റർ നീളമുള്ള ടിസ്റ്റ നദിയുടെ നദീതട വികസന പദ്ധതി വളരെ കാലമായി നിലനിൽക്കുകയാണ് എന്ന് ഹസീന പറഞ്ഞു. കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നതായി, തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ടെക്നിക്കൽ ടീം ഉടൻ ധക്കായിൽ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ധക്കയുടെ നേതൃത്വത്തിലുള്ള ടിസ്റ്റ റിവർ കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് ആൻഡ് റിസ്റ്റോറേഷൻ പ്രോജക്ടിനായി ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ നിലപാട് വന്നിരിക്കുന്നത്. ജൂണിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ന്യൂഡൽഹി സന്ദർശന വേളയിൽ 414 കിലോമീറ്റർ നീളമുള്ള ടിസ്റ്റ നദീതടത്തിന്റെ വികസനം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദിയാണ് ടിസ്റ്റ. ഹിമാചലിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നിരവധി നദികൾ ഇരു രാജ്യങ്ങളും പങ്കിടുന്നുണ്ട്. ടിസ്റ്റ നദിയിലെ വെള്ളം പങ്കിടുന്നത് സംബന്ധിച്ച് 2011 ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ എത്തിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നദി ബംഗാളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിനാൽ തന്നെ അന്ന് പശ്ചിമ ബംഗാളിന്റെ എതിർപ്പിനെ തുടർന്ന് കരാർ പ്രാവർത്തികമായിരുന്നില്ല. അതിനിടയിലാണ് ചൈന സ്വന്തമായ ഒരു ഓഫറുമായി രംഗത്തെത്തിയത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ചൈന തയ്യാറാണ്, പക്ഷേ പദ്ധതി ഇന്ത്യ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞായറാഴ്ച ധക്കയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയത്. ടിസ്റ്റ പദ്ധതിക്കായി ഇന്ത്യൻ സാങ്കേതിക സംഘം ഉടൻ ധക്ക സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണിൽ പറഞ്ഞിരുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഈ പ്രഖ്യാപനം.